നിരാശയിലാഴ്ത്തുന്ന നിരീക്ഷണങ്ങളുമായി മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ ആകാശ് ചോപ്ര രംഗത്തെത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ സഞ്ജു സാംസണിന്റെ പ്ലേയിങ് 11-ലെ സാധ്യതകൾ മങ്ങുകയാണെന്നും ഇഷാൻ കിഷൻ തന്റെ സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞുമെന്നുമാണ് ചോപ്രയുടെ വിലയിരുത്തൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സന്നാഹ മത്സരത്തിലെ ഇഷാന്റെ തകർപ്പൻ പ്രകടനമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് ചോപ്രയെ എത്തിച്ചത്. നവി മുംബൈയിലെ DY പാട്ടേൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇഷാൻ കിഷൻ പുറത്തെടുത്തത് അവിശ്വസനീയമായ ബാറ്റിംഗ് പ്രകടനമായിരുന്നു. വെറും 20 പന്തുകളിൽ നിന്ന് 7 പടുകൂറ്റൻ സിക്സറുകളുടെ അകമ്പടിയോടെ 53 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. ഈ പ്രകടനത്തോടെ ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ഥാനത്തിനായി നടന്ന മത്സരങ്ങളിൽ ഇഷാൻ ബഹദൂർ മുന്നിലെത്തുന്നുവെന്നും സഞ്ജു സാംസണ് ആ വലിയ അവസരം നഷ്ടമായെന്നുമാണ് ആകാശ് ചോപ്ര തന്റെ നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നത്. ടീം മാനേജ്മെന്റിന്റെ പ്ലാനുകൾ പരിശോധിക്കുമ്പോൾ സഞ്ജുവിനേക്കാൾ മുൻഗണന ഇഷാൻ കിഷന് ലഭിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്. ടോസ് വേളയിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകിയ സൂചനകൾ പ്രകാരം ലോകകപ്പിൽ യുവതാരം അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി ഇഷാൻ കിഷനെ തന്നെയാകും പരീക്ഷിക്കുക. സന്നാഹ മത്സരത്തിൽ 6-ാം ഓവറിൽ ഇഷാൻ കിഷൻ റിട്ടയേർഡ് ഔട്ടായി മടങ്ങിയത് തിലക് വർമ്മയ്ക്ക് കൂടുതൽ സമയം ക്രീസിൽ ചെലവാക്കാനുള്ള അവസരം നൽകുകയായിരുന്നു. ഇത് ഇഷാന്റെ ഫോമിൽ ടീമിനുള്ള വലിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. സഞ്ജു സാംസണിന്റെ സമീപകാല ഫോം ഒട്ടും ആശാവഹമല്ല എന്നതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നത്. ലോകകപ്പിന് മുന്നോടിയായി നടന്ന ന്യൂസിലാൻഡ് പരമ്പരയിൽ 5 മത്സരങ്ങളിൽ നിന്നും വെറും 46 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. ലഭിച്ച സ്വർണാവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്തത് സഞ്ജുവിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. സഞ്ജുവിൽ നിന്ന് വ്യത്യസ്തമായി ഇഷാൻ കിഷൻ തന്റെ സ്ഥിരതയേർന്ന പ്രകടനം കൊണ്ട് സെലക്ടർമാരുടെ മനസ്സ് കീഴടക്കി. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ 231 എന്ന മിന്നും സ്ട്രൈക്ക് റേറ്റിൽ 215 റൺസാണ് ഇഷാൻ അടിച്ചെടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ 42 പന്തിൽ സെഞ്ചുറി നേടിയത് ഇഷാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി മാറി. സമ്മർദ്ദ ഘട്ടങ്ങളിൽ വേഗത്തിൽ നിന്ന് റൺസ് കണ്ടെത്താനുള്ള ഇഷാന്റെ കഴിവ് സഞ്ജുവിനെ പിന്നിലാക്കാനും അദ്ദേഹത്തെ സഹായിച്ചു. സന്നാഹ മത്സരത്തിൽ സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ബാറ്റിംഗിന് ഇറങ്ങാനും മികച്ച സ്കോർ കണ്ടെത്താനും സഞ്ജുവിന് സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ടീം മാനേജ്മെന്റ് വീണ്ടും ചിന്തിക്കുമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു പ്ലേയിങ് 11 പുറത്തുള്ള ഏക ബാറ്റർ എന്ന നിലയിലേക്ക് ഒതുക്കപ്പെട്ടേക്കാമെന്നാണ് ചോപ്ര കരുതുന്നത്. ടീമിൽ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ അസുഖം വരികയോ ചെയ്താൽ മാത്രം പകരക്കാരനായി ഇറങ്ങേണ്ടി വരുന്ന ഒരു പൊസിഷനിലേക്കാണ് സഞ്ജു ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിക്കാൻ സഞ്ജു സന്നദ്ധനായിരിക്കണമെന്നും എന്നാൽ ആ പ്ലാനുകളിൽ അദ്ദേഹം ഇടം പിടിക്കില്ലെന്നും ചോപ്ര പറയുന്നു. ഫെബ്രുവരി 7-ന് മുംബൈയിലെ വാംഖഡെ സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ നടക്കുന്ന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇഷാൻ കിഷൻ തന്നെ ഓപ്പണറായി ഇറങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കരിയറിലെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. IPL-ലും മറ്റ് മിന്നും പ്രകടനം നടത്തുന്ന സഞ്ജുവിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആ മികവ് തുടരാൻ കഴിയാത്തത് വലിയ പോരായ്മയെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ടീമിലെ സ്ഥാനത്തിനായി സഞ്ജു ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിലവിലെ സൂചനകൾ. ഇഷാൻ കിഷന്റെ ഇടം കയ്യൻ ബാറ്റിംഗ് ശൈലിയും വിക്കറ്റ് കീപ്പിംഗ് മികവും അദ്ദേഹത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുന്നുണ്ട്. പവർ പ്ലേ ഓവറുകളിൽ ബോളിംഗിനെ തല്ലി തകർക്കാനുള്ള അദ്ദേഹത്തിന്റെ ശൈലി T20 ലോകകപ്പിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുമെന്ന് ടീം മാനേജ്മെന്റ് വിശ്വസിക്കുന്നു. മറുവശത്ത് സഞ്ജു സാംസൺ മികച്ച സാങ്കേതിക തികവുള്ള കളിക്കാരനാണെങ്കിലും വലിയ മത്സരങ്ങളിൽ വലിയ സ്കോർ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയാത്തത് ഇപ്പോഴും സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആകാശ് ചോപ്രയുടെ ഈ നിരീക്ഷണത്തോട് സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. സഞ്ജുവിനെ ടീം മാനേജ്മെന്റ് തുടർച്ചയായി അവഗണിക്കുകയാണെന്ന പരാതിയുമായി ഒരു വിഭാഗം ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ കണക്കുകൾ ഇഷാൻ കിഷന് അനുകൂലമാണെന്ന യാഥാർത്ഥ്യം അവഗണിക്കാനാകില്ല. വരും ദിവസങ്ങളിൽ സഞ്ജുവിനെ ടീം എങ്ങനെ ഉപയോഗിക്കുമെന്ന് കണ്ടറിയണം.